നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ സാരി കാണിക്കുന്നതെന്ന് പറയുന്നത് സാരിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇവിടെ നിന്നും അല്ല, അത് ഇതൊക്കെ സാരിയാണ്. കുറച്ച് മിക്സ്ചർ ആക്കിയിട്ടുള്ള സാരി എന്ന് പറയാം. ഇത് പ്ലെയിൻ സാരി, ബ്ലാക്ക്. നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സാരിയായിരുന്നു ഇത്. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അതേട്ടോ. ബ്ലാക്കിൽ എന്ത് വന്നാലും എന്ന് ഹിറ്റാണല്ലോ. ഇത് നല്ല റേറ്റിൽ ഈ സാരി ഇറങ്ങുന്നുള്ളൂ. എനിക്കൊന്ന് 2000 എബോ റേറ്റിൽ ഈ സാരി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്റ്റഫ് വ്യത്യാസമുണ്ട്, ക്വാളിറ്റി വ്യത്യാസമുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പം ബിലോ 1000 ആണ്. ഇതല്ലോ, ഇങ്ങനത്തെ കൂടെ ഒരു സിൽവർ ലൈൻസ് പോയിരിക്കുക. അത്രയേ ഉള്ളൂ സാരി. ഇതിന് നിങ്ങൾക്ക് ഏത് കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലൗസ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ ബ്ലൗസൊക്കെ മാച്ചിങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. നല്ല കഴുത്തൊക്കെ വെട്ടിയിറക്കി അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടോ അങ്ങനെയൊക്കെ ഇടാം. ഇതിനകത്തിപ്പം ഇത് കേട്ടോ, ഒരു പീച്ച് നമ്മൾ ചുമ്മാ അറ്റാച്ച്, ഇത് ഉള്ളതല്ല കേട്ടോ, ഇത് ഞാൻ വെറുതെ കാണിക്കുന്ന പീച്ച് അറ്റാച്ച് ചെയ്ത് കാണിക്കുക. ഏതിട്ടാലും റെഡ്. ഇത് ഞാൻ വെറുതെ അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നു. ഇതിൻ്റെ കൂടെ ഉള്ള ബ്ലൗസ് അല്ല കേട്ടോ. അത് അങ്ങനെ ഇഷ്ടമുള്ള ബ്ലൗസ് അല്ലെങ്കിൽ ഡിസൈനർ ബ്ലൗസോ ഏതെങ്കിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. പിന്നെ അടുത്തത് കൂടുതലും കുറേ എണ്ണം പ്ലെയിൻ സാരി ഉണ്ട്. ചെക്ക് ഡിസൈൻ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് സാരിയെ. ചെക്ക് ഡിസൈൻ. പിന്നെ ബ്ലാക്കിൻ്റെ തന്നെ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ വർക്ക് കണ്ടോ, നല്ല ഇങ്ങനെ ഇതൊരു സൈസ് ശരിക്കും സ്റ്റോൺ ആണെന്നേ തോന്നുള്ളൂ. ഇങ്ങനൊരു സൈസ് സ്റ്റോണിൻ്റെ പോലെ ഒരു സീക്വൻസ് പോലത്തെ ഒരു സൈസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുമ്പേ കണ്ട ആ സാരിയുടെ തന്നെ മറ്റേത് ഇച്ചിരി കൂടി വീതി കൂടിയ ലൈൻസ് വരുമ്പോൾ ഇതിന് വീതി കുറഞ്ഞ ലൈൻസ്. ഇതിപ്പോൾ നമുക്ക് സാരിയായിട്ടും അല്ലാതെയോ വേറെ പല ഇതിന് തയ്ക്കാം. നമുക്ക് ചുരിദാർ സെറ്റ് തയ്ക്കാനോ കുർത്തി തയ്ക്കാനോ എന്ത് വേണമെങ്കിലും തയ്ക്കുകയും ചെയ്യാം. നല്ല എന്താ പറയുക, ഐഡിയാപരമായിട്ടും അനാർക്കലി മോഡല് ഫുൾ സ്ലീവ് ഒക്കെ ഉള്ളതൊക്കെ തയ്ക്കാനാണെങ്കിലും നല്ലത്. സാരിയായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല ബോഡി ഷേപ്പിൽ ഇപ്പോൾ ഈ ഒരു കോൺട്രാസ്റ്റ് എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നല്ല ഡാർക്ക് മജന്തയൊക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലൊരു വേറൊരു ലുക്ക് കിട്ടും. നല്ല വെട്ടി ഇറക്കിയ കഴുത്തും ഒക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഇതൊരു ഡിസൈനർ സാരി. അതിൻ്റെ ബ്ലൗസാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇത് ഉണ്ടോ, നിറച്ചും വർക്കുള്ള ബ്ലൗസ്. ഇതാണ് കൈയുടെ അവിടെ വരുന്നത്. കൈയുടെ അവിടുത്തെ ബോഡി ഇങ്ങനെ വരും. സാരി വന്നിട്ട് ഇതേ ഇങ്ങനെ ഒന്നുമില്ല, ചെറിയൊരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്. ഒരു രാമാഗ്രീൻ ഷെയ്ഡ്. ആ രാമാഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത് അത് ഇതേ കൂടെ ഇതാണ് ഇങ്ങനെ മാച്ചിങ് ആയിട്ട് പോകുന്നത്. സാരി ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇന്നിപ്പം കാണിക്കാത്തതാണോ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ കാണിക്കാത്തതല്ല കാണിക്കുന്നത്. കാണിക്കാത്തതില്ലാഞ്ഞിട്ടല്ല, കാരണം ഇനിയിപ്പം കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടേ മുഴുവൻ ടേബിളിൽ കൂടി എല്ലാം ഇങ്ങനെ ആൾക്ക് മൊത്തത്തിൽ കിടക്കുക. അതുകൊണ്ട് അതിൽ നിന്നൊന്നും എടുത്തില്ല, പുതിയത് വന്നതിനകത്തൊന്നും എടുത്തില്ല. ഇത് വേറൊരു സാരി. ഇതുണ്ടോ, ഡാർക്ക് മെറൂണും. ഇത് വന്നിട്ട് ഒരു ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ മെറ്റീരിയലാണ്. ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയലായിരുന്നു മുമ്പേ കാണിച്ചതല്ല. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് ഇങ്ങനെ വരും, നെറ്റിൻ്റെ പോലത്തെ ബ്ലൗസ് കണ്ട. വെച്ച് കാണിക്കണോ? എൻ്റെ കുർത്തിയാ? എൻ്റെ കുർത്തി നല്ലതാണ്. എൻ്റെ കുർത്തി നല്ലതാണോ? റെഡിമെയ്ഡ് കുർത്തി നമ്മുടെ ഷോപ്പിലാണ്. ടെസറാണ്. ടെസർ എന്ന് പറഞ്ഞാൽ പ്യുവർ ടെസറല്ല, എന്നാലും ടെസറാണ്. കണ്ടോ, ഇപ്പം ഇനിയിപ്പോൾ കുർത്തിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ 2 കളർ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചായിരുന്നു. 1100 രൂപ, 1200 രൂപ കണ്ട റേറ്റ്. ടെസറല്ലേ, അതുകൊണ്ടാട്ടോ. 1800 രൂപ ഒരു വലിയ റേറ്റ് ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കും സാരി. ഒന്നുമില്ല, മുന്താണി ഒന്നുമില്ല, ഫുള്ള് ഇങ്ങനെ തന്നെ. ഒരു ഡാർക്ക് മെറൂണും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ആ ഗ്രീനിൻ്റെ ഷെയ്ഡ്. അതിൻ്റെ നേരെ തിരിച്ച് ഗ്രീന് ബോഡിക്ക് വന്നു. ഡാർക്ക് മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല, ഡാർക്ക് പർപ്പിൾ എന്ന് പറയാം. പർപ്പിളിൻ്റെ അത് ബ്ലൗസും വന്നു. അതും അങ്ങനെ തന്നെയാണ്. അത് മെറൂൺ ആണെന്നേ തോന്നത്തുള്ളൂ അല്ലേ. ഞാൻ ഭയങ്കര ചിരിച്ചുകാണിയിലൊക്കെയാണ് ഇവിടെ നിന്നേ. ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാമറ സാരിയിലോട്ടായിരിക്കും.
പിന്നെ ഇത് വന്നിട്ട് അടുത്ത സാരി ക്രീമിൻ്റെ അറ്റത്ത് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ബോർഡറുള്ള സാരി. ചുമ്മാ സിമ്പിൾ സാരിയാണ്, ഷിഫോൺ സാരിയാണ്. വാരി വലിച്ച് ഉടുക്കാം, എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. ഫങ്ഷൻ വെയർ അല്ല, ഡെയിലി വെയർ ആണ്. മുന്താണിയായിട്ടൊന്നുമില്ല, ഇങ്ങനെ ചുമ്മാ അതെ ഇങ്ങനെ ഉണ്ടോ. ഇനി അതിൻ്റെ തന്നെ ബോർഡർ വ്യത്യാസമുള്ള ഒരു സാരി കേട്ടോ. മെറൂൺ ഡിസൈൻ നല്ല കോമ്പിനേഷനാണ്. ഉടുത്തൊക്കെ ഈ ഒരു ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഉണ്ടോ എന്നല്ല ചോദിച്ചാൽ വിത്ത് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിത്ത് ബ്ലൗസ് സെൽഫാണ്. സെൽഫ് ഇത് തന്നെ. അപ്പോൾ എന്നെ എടുക്കണം ഡാർക്ക് മെറൂൺ കളറുള്ള ബ്ലൗസ് ഇട്ടാൽ മതി. വേറെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ല. ഡാർക്ക് മെറൂൺ കളറുള്ള ബ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ സാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളാണ്, റേറ്റും ഭയങ്കര കുറവാണ്. പക്ഷെ ഡെയിലി വെയർ അങ്ങനെ കൂട്ടിയാൽ മതി. ബ്ലൂ, നേവി ബ്ലൂ. കണ്ടോ യെല്ലോ. വിശപ്പൊന്നും അപ്പടില്ല, അതാവുമ്പോൾ വേണ്ടാന്ന് നിൽക്കും. എനിക്ക് അപ്പടി വിശന്ന് തോന്നി. ഇതും കൂടെ കഴിഞ്ഞാൽ അങ്ങനെ സ്വസ്ഥമല്ല. പിന്നെ ഉണ്ടല്ലോ ഭക്ഷണം വാരി വലിച്ച് കഴിച്ചിട്ട് അന്നേരം പിന്നെ വീഡിയോ എടുക്കാൻ നിൽക്കണം. ഇത് കഴിഞ്ഞാൽ കുറേ സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ എന്നോർത്ത് ഞാൻ ഇതും കൂടെ കഴിയട്ടെ. പക്ഷെ എനിക്ക് വയറ്റിൽ കാറ്റ് കയറിയാൽ പിന്നെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അല്ലെ തന്നെ ഈ മൈഗ്രെയിൻ ഉള്ളവരൊക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കണമെന്ന് പറയുന്നത്. ഞാൻ കണ്ടെങ്കിൽ എൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സൗന്ദര്യമായിട്ട് പിന്നില്ലേ. അപ്പോൾ അതുകൊണ്ടൊരു ഉഷാറില്ല. എനിക്ക് വിശക്കുന്നു ഭയങ്കരമായിട്ട്. ഒരു മണി ഇപ്പം എത്ര 1:30 സമയം. എന്തോ അതിക്രമിച്ചു പോയല്ലേ. യെല്ലോ കേട്ടോ. ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഇത് റണ്ണിങ് ആണ് ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാൽ മതി മഞ്ഞ. എനിക്ക് വേറൊരു ഓർഗൻസ സാരി വേണം. ഇതൊക്കെ ആരും ഇൻഡോർ കയറ്റി വെക്കുന്നത്. ഓർഗൻസ സാരി കാണിക്കാവേ. ഇത് കണ്ടോ, ബ്ലാക്കും ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ബ്ലാക്കും അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ത്രെഡ് ചെയ്തിരിക്കുക, റെഡ് കളറിൽ ത്രെഡ് ചെയ്തിരിക്കുക. ക്രിസ്മസിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വേണമെങ്കിൽ ഇടാനൊക്കെ നല്ല സാരിയാണ്. ടേസ്റ്റ് അതിനകത്ത് കാണിക്കാനൊന്നും ഇല്ല, ഇങ്ങനെ തന്നെ ഫുള്ള് നല്ല രസമാണ്. ഫ്രോക്കും സ്കേർട്ടും ഒക്കെ തയ്ക്കാൻ നല്ല. സാരി ആയിട്ട് കൊടുക്കേണ്ടവർക്ക് സാരി ആയിട്ട് കൊടുക്കുക. വിത്ത് ബ്ലൗസ് ഇല്ല. അതിൻ്റെ തന്നെ വൈറ്റ് മൾട്ടി കളറാണ്. ഇങ്ങനെ ത്രെഡ്, ഇത് ത്രെഡാണ് പോയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ത്രെഡാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഒരു സൈസ് ഇങ്ങനെ ത്രെഡ് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന മൾട്ടി കളറിലാണ് ത്രെഡ് ചെയ്തിരിക്കുന്നത്. ക്രീമേല്, വൈറ്റ് അല്ല ക്രീമേല്. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഇടാം, ചർച്ച് വെയർ ആയിട്ടൊക്കെ ഇടാം. പിന്നെ പിള്ളേർക്ക് സ്കേർട്ടും ടോപ്പും, അല്ലെങ്കിൽ ഇത് ഓർഗൻസയാണ് മെറ്റീരിയൽ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തയ്ക്കാമെങ്കിൽ തയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഇന്ന് വിശന്നിട്ട് വൈകി, ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ കഴിക്കാൻ വിളിക്കണോ? കഴിച്ചോ എല്ലാവരും. ഞാനിത് വീഡിയോ കാണുമ്പോൾ എല്ലാവരും അത്താഴം കഴിക്കുന്ന സമയമായിട്ടില്ല. വീഡിയോ വൈകുന്നേരം 7 മണിക്കല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. ഓൺലൈനിനകത്ത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വരുമായിരുന്നേ. ഞങ്ങൾ റീസെല്ലേഴ്സിനെ ക്ഷണിക്കുന്നു. ഒത്തിരി പേര് റീസെല്ലേഴ്സ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. താല്പര്യമുള്ളവർ വീട്ടിൽ ഇരുന്ന് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ സാധനങ്ങൾ അയച്ചു തരും. ഡയറക്റ്റ് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കും. നിങ്ങൾ നമുക്ക് ഡയറക്റ്റ് ക്യാഷ് അടയ്ക്കാം. കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ റീസെല്ലേഴ്സിനെ ക്ഷണിക്കുന്നു. അത്താഴം ഞാൻ സത്യത്തിൽ ഇപ്പം ലഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങളിത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ അത്താഴം കഴിക്കുന്ന സമയവും. അത്താഴം കഴിക്കാത്തവരൊക്കെ പോയി അത്താഴം കഴിക്കും കേട്ടോ. നേരത്തെ കഴിക്കണേ, 7 മണിക്ക് മുന്നേ അത്താഴം കഴിക്കണം. ഡിന്നർ എന്ന് പറയുന്നത് കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേ കഴിക്കണം. എന്നാലേ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആവുള്ളൂ. അല്ലാതെ കഴിച്ച് അന്നേരം പോയി കിടക്കരുത്. ഒട്ടും നല്ല ശീലമല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടമ്മമാരും ലാസ്റ്റ് സീരിയൽ കഴിയുന്ന സമയം എനിക്ക് ഞാൻ ചുമ്മാ കേട്ടോ. ഞാനല്ല, നേരത്തെ കഴിക്കണം അത്താഴം കഴിക്കും. പിന്നെ അത് ഡയറ്റിലും നല്ല വണ്ണമൊക്കെ കുറഞ്ഞിരിക്കും. ഒത്തിരി വണ്ണം ചീർത്തു പോകും. എന്താ പറയുന്നത്, താമസിച്ച് കഴിച്ച് അന്നേരം ചാടിക്കറി കിടന്നാൽ. താങ്ക് യു.